ഈ കഥയുടെ പേര് മാർസിൻ്റെ പ്രണയ നൊമ്പരങ്ങൾ. ഈ കഥ നടക്കുന്നത് യൂറോപ്പിലാണ്, അതായത് പ്രഷ്യ, ജർമ്മനിയുടെ ഒരു പ്രവിശ്യയായ പ്രഷ്യയിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ ഈ മാർസിൻ്റെ പ്രേമം ഒരു പ്രഭുകുമാരിയോടായിരുന്നു. ജെനി എന്നും പറഞ്ഞ് ഒരു പ്രഭുകുമാരിയോടായിരുന്നു പ്രഭുകുമാരിയാണ് ഇയാൾ പ്രേമിച്ചത്. ആ പ്രേമിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹൃദയകാരിയായ കവിതകൾ എഴുതി ഈ പെൺകുട്ടിയെ പ്രണയിപ്പിക്കാൻ മാർസിന് കഴിഞ്ഞു. അതിമനോഹരമായ കവിതകൾ എഴുതും. ഈ പെൺകുട്ടിയെക്കുറിച്ചും കവിതകൾ എഴുതി, ഈ പെൺകുട്ടി അച്ഛനെക്കുറിച്ചും കവിത എഴുതി. അങ്ങനെ ശരിക്ക് ഈ ജെനിക്ക് മാർസിനോട് വലിയ അടങ്ങാത്ത പ്രേമമായിരുന്നു. പക്ഷെ അങ്ങനെ അത് മാത്രമല്ല, ഈ വളരെ ചെറുപ്പത്തിലെ തന്നെ, യൗവനകാലത്ത് തന്നെ ഡോക്ടറേറ്റ് ബിരുദം നേടിയ ഒരാളാണ് മാർസ്. വളരെ ചെറുപ്പത്തിൽ ഒരു 10-15 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ അയാൾ PhD ബിരുദം നേടിക്കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഈ ജെനിയുടെ അച്ഛൻ, പിതാവ് സ്കോട്ട്ലൻഡിൻ്റെ ഒരു പ്രഭുവാണ്, ആർഗൻ പ്രഭു. ആ പ്രഭുവിന് വലിയ സന്തോഷമായി. അത് ഞാൻ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ആർഗൻ പ്രഭുവിന്, ഈ ജെനിയുടെ അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം ഈ പ്രഭു തീരുമാനിച്ച് എൻ്റെ മകളെ തന്നെ ഇവന് കൊടുക്കാമെന്ന്. അങ്ങനെ പക്ഷെ ഒരു ജോലി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക, അത് കഴിയുമ്പോൾ മകളെ നിനക്ക് കല്യാണം കഴിച്ച് തരാം. അങ്ങനെ ഒരു വലിയ രണ്ടുപേരും അങ്ങനെ പ്രണയത്തിലായി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിനിടയ്ക്ക് ഇവരുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ മരിച്ചു പോകും. മരിച്ചപ്പോൾ ഇയാളുടെ ആദ്യ ഭാര്യയിലുണ്ടായ ഒരു മകനുണ്ട്, ഫെർഡിനാൻഡ്. അവന് ഈ കല്യാണം ഇഷ്ടമല്ല. അവൻ ഇവരെ ഉപദ്രവിക്കാൻ പലതരത്തിൽ, മാർസിന് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾക്ക് വിധേയനാക്കിക്കൊണ്ടുണ്ട്. പക്ഷേ അവസാനം അപ്പോൾ ഇവൻ്റെ മാർസിൻ്റെ ഈ എഴുത്തുകൾ, ഈ ഒരു വിപ്ലവ ചിന്തകളുള്ള എഴുത്തുകളെല്ലാം തന്നെ അന്നത്തെ പ്രഷ്യൻ ഗവൺമെൻറ്റിനെ ചൊടിപ്പിച്ചു. അവർ പെർഷ്യ വിട്ട് പോകാൻ പറഞ്ഞു. പെർഷ്യ എന്ന് വെച്ചാൽ ജർമ്മനിയിൽ നിന്ന് വിട്ട് പോകാൻ പറഞ്ഞു. ഉടനെ മാർസ് പാരീസിലേക്ക് താമസം മാറ്റി, ജെനിയായിട്ട്. പിന്നെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ് പാരീസിലേക്ക് താമസം മാറ്റി. അപ്പോൾ പാരീസിൽ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഈ മാർസിൻ്റെ പത്രാധിപത്യത്തിലുള്ള പത്രം അവസാനിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ മാർസിൻ്റെ പത്രാധിപത്യത്തിലുള്ള പത്രം പ്രഷ്യയിൽ വലിയ കോലുകളൊക്കെ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ സംഭവിക്കുമെന്ന് പേടിച്ചുകൊണ്ട് പാരീസ് വിട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുക. അപ്പോൾ ഇതിനിടയിൽ ഈ ഭാര്യ 2 കുട്ടികളിലെ അമ്മയാവുന്നു. പിന്നെ അത് കഴിഞ്ഞ് പക്ഷേ ഇതിനിടയ്ക്ക് ഇയാളുടെ ഈ വർഗ സമര സിദ്ധാന്തം അത് യൂറോപ്പിൽ മുഴുവൻ കൊടുങ്കാറ്റായി അടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ ആ സമയത്തും ഈ പട്ടിണി തന്നെയായിരുന്നു. ആവശ്യത്തിനുള്ള പണമില്ല, കുട്ടികളെ തീറ്റാനുള്ള ഭക്ഷണമില്ല. അങ്ങനെ താമസിയാതെ ഈ ജെനി 5 കുട്ടികളുടെ അമ്മയാണ്. ഒരു 4 കുട്ടികൾ നിലവിലുള്ളത്, പിന്നെ ഒരു കുട്ടിയും കൂടെ വന്നു. ആ കുട്ടി ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അവൻ നിലജീവ ഭക്ഷണവും വൈറ്റമിൻസൊന്നും കിട്ടാതെ മരണപ്പെട്ടു. പിന്നെ ഒരു കുട്ടി ജനിക്കുന്നു. അങ്ങനെ 6ാമത്തെ കുട്ടി അതൊരു പെൺകുട്ടിയായിരുന്നു, അവളും മരിക്കുന്നു. പക്ഷേ ഇതെല്ലാമാണെങ്കിലും ആ മരിച്ച പെൺകുട്ടിക്ക് അടക്കം ചെയ്യാനുള്ള, ശവപ്പെട്ടി മേടിക്കാനുള്ള പൈസ ഇല്ലാതെ കടം വാങ്ങിച്ച് അയാൾക്ക് ആ കുട്ടിയെ അടക്കം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ദുരിതത്തിലൂടെയാണ് ഇയാൾ ഈ കുടുംബമായിട്ട്. എന്നിരുന്നാലും ഒരു പ്രഭു ആയ, അല്ലെങ്കിൽ ഒരു പ്രഭുവിൻ്റെ മകളായ ജെന്നി ഈ കവി ഹൃദയമുള്ള മാർസിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയ്ക്ക് മൂലധനത്തിൻ്റെ 1-2 ഭാഗങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. 3-ാം ഭാഗം ഏതാണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും പബ്ലിഷ് ചെയ്തു. ചെറിയ പൈസയൊക്കെ വരാൻ തുടങ്ങിയെങ്കിലും അതൊന്നും ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയത്. പക്ഷേ ഈ ജെന്നി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ മാർസിൻ്റെ പൊഴിഞ്ഞു വീഴുന്ന നർമ്മരസങ്ങളായിരുന്നു, നർമ്മഭാവനകൾ. എപ്പോഴും ജെന്നിയെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനിടയ്ക്ക് അയാളുടെ ഒരു മൂത്ത മകൾ ജെനിഹൻ
മരിച്ചു. പിന്നെ ഈ മൂന്നാം ഭാഗം പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ലോകം മുഴുവൻ മാർക്സ് പ്രസിദ്ധനായെങ്കിലും ഈ പ്രിയ സായിക്ക് വേണ്ടി അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഇതിനിടയ്ക്ക് ജെനി വേണ്ടത്ര പോഷകാഹാരം കിട്ടാതെ, വേണ്ടത്ര ഭക്ഷണം കിട്ടാതെ അവർ ക്യാൻസർ ബാധിച്ച് മരണമടയുകയാണ്. അങ്ങനെ ഒരു ദിവസം 1881 മാർച്ച് 14 ഉച്ച ഊണ് കഴിഞ്ഞ ശേഷം മാർക്സ് ഒരു ചാരകസേരയിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. ആ വിശ്രമം അവസാനത്തെ വിശ്രമമായിരുന്നു. അതോടുകൂടി അയാൾ അന്ത്യശ്വാസം മരിച്ചു.